അപ്പോൾ നമുക്ക് നൈസായിട്ട് കാർ അങ്ങ് പഞ്ചറാക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CRDI ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള ഒരു 2 പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കംപ്രസർ നമ്മുടെ കാറിൻ്റെ പവർ ഉപയോഗിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു മിനി ഇൻവെർട്ടറാണ്. ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ട്രാവലിങ്ങിന് പോകുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്, ഒരു മിനി ഇൻവെർട്ടറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു കംപ്രസറിനെ പറ്റി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ ഒരു കംപ്രസറിൻ്റെ മേക്ക് എന്ന് പറയുന്നത് കോഡിഡോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഗുഡ് ക്വാളിറ്റി കംപ്രസറാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ഇതിനകത്തൊരു ബാഗ്, അടിപൊളി ഒരു ക്യാരി ബാഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവലും അതേപോലെ വാറണ്ടി കാർഡും ഒക്കെ അവർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു കംപ്രസർ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത് റിവ്യൂ ഇടുന്നത്. സൂപ്പർ ഐറ്റമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 2500 രൂപയ്ക്ക് അടുത്തോളം വന്നിട്ടുണ്ട് ആ സമയത്ത്. ഇപ്പോഴത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ ഡയറക്റ്റ് ബൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ ഒരു കംപ്രസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡൽ 6218 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഞാൻ പല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നോക്കിക്കണ്ട നല്ല ഗുഡ് ക്വാളിറ്റി ഒരു കംപ്രസറാണിത്. ഇതിനകത്ത് റേറ്റ് പറഞ്ഞിരിക്കുന്നത് DC 12 വോൾട്ട് എയർ കംപ്രസർ എന്നാണ്. അതേപോലെ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 to 14 വോൾട്ടേജാണ്. ഈ 12 to 14 എന്തിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറുകളായാലും ബൈക്കുകളായാലും അത് എൻജിൻ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് 12 വോൾട്ടായിരിക്കും ബാറ്ററി എന്ന് വരുന്നത്. അതേപോലെ വണ്ടി റണ്ണിങ് കണ്ടീഷന് അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 14 വോൾട്ടേജ് ആയിരിക്കും ബാറ്ററി വോൾട്ടേജ്. അപ്പോൾ ഈ 2 വോൾട്ടേജിൽ ഇത് കോമ്പൻസേഷൻ പക്കായിരിക്കും. പിന്നെ അതേപോലെ ഇതിനകത്തുനിന്ന് മാക്സിമം കൺസ്യൂം ആവുന്ന കറണ്ട് 12 ആംപിയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിനകത്തൊരു കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇത്ര 12 ആംപിയർ ക്യാരി ചെയ്യാൻ വേണ്ടി ഗുഡ് ക്വാളിറ്റി കേബിൾസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിനകത്തൊരു ഫ്യൂസ് ഉണ്ട്. ഈ ഫ്യൂസ് ഏകദേശം 15 ആംപിയറാണ്. അപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ഒരു ഷോർട്ടോ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫ്യൂസ് ഒന്ന് വയ്ക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അതേപോലെ ഓവർലോഡാണ്, അതായത് കംപ്രസർ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ട്രിപ്പാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ ഇതിനകത്തൊരു ഗേജ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയർ പ്രഷർ നമുക്ക് അളക്കാൻ സാധിക്കും. അത് ഇത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ ഒരു ഹോസ് നമ്മൾ ടയറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ടയറിലെ ആക്ച്വൽ പ്രഷർ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലൂടെ, അതായത് ഈ ഒരു ഗേജിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഈ ഒരു കംപ്രസറിൻ്റെ ഡിസ്ചാർജ് ഡെലിവറി ഹോസിൻ്റെ അവിടെ ഒരു യൂണിവേഴ്സൽ സോക്കറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ കോമൺ ആണ്. എന്നാൽ തന്നെ ആയാലും കമ്പനി ഇതിനകത്ത് കുറച്ച് നോസിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ നോസിൽസ് ഫുട്ബോൾ, സൈക്കിൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനും വേണ്ടിയുള്ള ഒരു ഓപ്ഷണലാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഈ ഒരു ഗേജിനകത്ത് 2 യൂണിറ്റ് ആണുള്ളത്. ഒന്ന് PSI, ഒന്ന് ബാർ. അപ്പോൾ നമ്മുടെ കാറിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടയർ പ്രഷർ എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മിനിമം മാക്സിമം എന്നുള്ളതുണ്ട്. അങ്ങനെ ഈ ഒരു കാറിൻ്റെ ടയർ പ്രഷർ, ഫ്രണ്ട് ആൻഡ് റിയറിൻ്റെ പ്രഷർ റീഡിങ് മിനിമം മാക്സിമം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റിക്കർ നമ്മുടെ കാറിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു നെയിം പ്ലേറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് പ്രഷർ KPA PSI എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് KPA ആണ്, രണ്ടാമത് കാണിച്ചിരിക്കുന്നത് PSI ആണ്. ഫ്രണ്ട് ആൻഡ് റിയർ ടയർ പ്രഷർ എന്ന് പറയുന്നത് 220 KPA അല്ലെങ്കിൽ 32 PSI ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു കാറിൻ്റെ നോക്കാം. ഫ്രണ്ട്സ്, ഈ കാറിനകത്തും പ്രഷർ ഗേജ് കൊടുത്തിരിക്കുന്നത് KPIയും PSIയിലുമാണ്. ഇതിനകത്ത് 4 പാസഞ്ചർ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വീലിൽ 33 PSIയും റിയറിൽ 33 PSIയും. അതേപോലെ 4+1 പാസഞ്ചർ 5 പാസഞ്ചർ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വീലിൽ 36 PSIയും
ബാക്ക് വീലിൽ 41 PSI ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിവേ അങ്ങനെ ഈ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്തേക്കണം. ഇതിനകത്ത് വേറെ പൈസ പോകുന്ന കേസൊന്നുമല്ല. ഈ വീഡിയോ കണ്ടുള്ള അഭിപ്രായം എനിക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് കാർ അങ്ങ് പഞ്ചറാക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് നൈസായിട്ട് കാറ്റങ്ങ് അഴിച്ചുവിടാം. കാറ്റഴിച്ചിടുമ്പോൾ നിങ്ങൾ ടയറിൻ്റെ ഇതൊന്ന് നോക്കിക്കോണം. ഏകദേശം ഫുള്ള് റിലീസായി. ഫ്രണ്ട്സ്, അങ്ങനെ കാറ്റ് ഏകദേശം ഫുള്ള് റിലീസായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. ഫുള്ള് ചള്ളിയിട്ടുണ്ട്, ഫുള്ള് കാറ്റ് അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് പ്രഷർ ഏകദേശം 0 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ടയറിൻ്റെ കണ്ടീഷൻ കണ്ടോ, ചള്ളിപ്പോയിട്ടുണ്ട്. പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ടർ നമ്മുടെ കാറിനകത്തെ സോക്കറ്റിലോട്ടൊന്ന് കണക്ട് ചെയ്യാം, 12 വോൾട്ട് സപ്ലൈയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന സോക്കറ്റാണ് നമുക്ക് ഈ ഒരു അഡാപ്റ്റർ പ്ലഗ് ഇൻ ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 12.3 ഉണ്ട്. എൻജിൻ ഇപ്പോൾ സ്റ്റാർട്ടല്ല, നോർമൽ കണ്ടീഷനിലാണ്. നമുക്കൊന്ന് എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വോൾട്ടേജ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. ഈ ഒരു ടെസ്റ്റ് കാറ് നോർമൽ കണ്ടീഷനിലും റണ്ണിങ് കണ്ടീഷനിലുള്ള ബാറ്ററിയുടെ വോൾട്ടേജ് വേരിയേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്ടേജ് കൂടി വരുന്നുണ്ടോ? കറക്റ്റ് 14 വോൾട്ടേജ് മെയിൻറ്റെയിൻ ആയിട്ടുണ്ട്. ഇപ്പം ബാറ്ററി ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ ഈ ഒരു കണക്ടർ ഈ ഒരു പോയിന്റിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആകുന്നുണ്ടോ? ഏകദേശം നോ ലോഡിൽ നമുക്ക് 1 വോൾട്ടേജോളം ഡിഫറൻസ് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കംപ്രസർ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എൻജിൻ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ബാറ്ററിക്ക് വലിയ ലോഡ് എടുക്കത്തില്ലെന്നാണ്. ബാറ്ററിക്ക് ഒരു ഹെൽപ്പ് ആവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ റീഫിൽ ചെയ്താലോ? പ്രഷർ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ പ്രഷർ ഏകദേശം നേരത്തെ തിന്നതിനെക്കാട്ടിൽ ഒരു 37 അടിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റിലീസ് ചെയ്യാം. ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് ഇങ്ങനെ പ്രഷർ കൂട്ടി അടിച്ചത്. ഇപ്പം പ്രഷർ റിലീസ് ആകുന്നുണ്ട്. ഏകദേശം കറക്റ്റ് 30 PSI കറക്റ്റായിട്ടുണ്ട്. അപ്പം ടയർ എക്ദം പെർഫെക്റ്റ് ആണ്. നല്ല രീതിയിൽ കാറ്റ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ നമുക്കിത് വണ്ടിയിലെ ഡിക്കിയിലോ അതോ വണ്ടിക്കുള്ളിൽ എവിടെയെങ്കിലും സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ലോങ് ഡ്രൈവിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെയും സഹായമില്ലാതെ ക്ലിയർ ചെയ്ത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു 200 വാട്ട്സിൻ്റെ പവർ ഇൻവെർട്ടറാണ്. നമുക്ക് എഞ്ചിൻ ഓൺ ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് പവർ കൺസപ്ഷൻ ഒന്നും ഇതിനകത്ത് നിന്ന് പോകുന്നില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സിംഗിൾ ലോഡായിട്ട് ഒരു 230 LED ബൾബാണ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഞാൻ ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഈ കാർ മേടിച്ചപ്പം ഒന്നും ഇത് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് വെച്ചതാണ്. നമ്മുടെ കാറിൻ്റെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്കൊന്നറിയാം. ബാറ്ററി ഡൗൺ ആയിരിക്കുവാണെങ്കിലോ എല്ലാം നമുക്കറിയാൻ പറ്റും. ഇപ്പം ബാറ്ററി ഫുൾ ചാർജ് ആണ്, അതാണ് 14 വോൾട്ട് കാണിക്കുന്നത്. ഇപ്പം വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. ഞാൻ ജസ്റ്റ് ബാറ്ററി ഇപ്പം ഇഗ്നീഷൻ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബാറ്ററിയുടെ വോൾട്ടേജ് ചെറുതായിട്ട് ഡൗൺ ആയി വരുന്നുണ്ട്. ഇപ്പം ബാറ്ററി ഏകദേശം ഫുൾ ചാർജ് സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇൻവെർട്ടർ ഒന്ന് പ്രവർത്തിപ്പിച്ചാലോ? ഇൻവെർട്ടർ ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ ഇൻപുട്ട്. അത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലെ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഡൺ. ഇനി അതിനുശേഷം അങ്ങനെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഇൻവെർട്ടർ ഓൺ ചെയ്തു. ഇത് 230 വോൾട്ടിൻ്റെ ഒരു LED ബൾബാണ്. അതായത് ഇത് ഏകദേശം മോഡിഫൈഡ് സ്ക്വയർ വേവ് ഇൻവെർട്ടറാണ്. അതുകൊണ്ട് ബ്ലിങ്കിങ് അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും ഇല്ല. ഫ്രണ്ട്സ്, അങ്ങനെ LED ബൾബ് മാത്രമല്ല, ഒരു 100 വാട്ടിൻ്റെ ഇൻകാൻഡസെൻ്റ് സാധാരണ ഒരു ബൾബ്
ഫിലമെൻ്റ് ഉള്ളൊരു ബൾബ് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ ഇൻവെർട്ടർ ഒന്ന് ഓഫ് ചെയ്യാം. ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 വാട്ടിൻ്റെ ബൾബ് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് മാക്സിമം 2-3 ലാപ്ടോപ്പും അതേപോലെ DSLRൻ്റെ ബാറ്ററീസും എല്ലാം നമുക്ക് അറ്റ് ദ ടൈം ഇത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത ഈ ഒരു എയർ കംപ്രസറും അതേപോലെ ഈ ഒരു ഇൻവെർട്ടറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.